ഒരു നാരങ്ങ എടുത്ത് നിങ്ങളൊന്ന് കടിക്കുമ്പോൾ അത് സ്ക്വീസ് ചെയ്ത് വായിലേക്ക് വരുന്ന ഒരു കാര്യം. ഒരു 10 സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ വായിക്കകത്തുനിന്ന് സലൈവ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്, അതായത് ഉമിനീര് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് മാത്രമല്ല. നമ്മുടെ വി റൂട്ട്സിൽ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി സലൈവ എടുക്കണം. ഈ സലൈവ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ml സലൈവ കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ജനറ്റിക് കൗൺസിലേഴ്സ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഇതേപോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സലൈവ അല്ലെങ്കിൽ ഉമിനീര് കൂടുന്ന കാണാൻ പറ്റും. ഇതിന് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മളുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സമയത്താണോ ആ ഇമാജിനേഷനും കൂടി ആണെങ്കിലും ആ നാരങ്ങയുടെ ഫീല് ബ്രെയിനിന് കിട്ടുന്നത്, ഓട്ടോമാറ്റിക്കലി ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ബ്രെയിൻ വരുത്താൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇത്രമാത്രം ശക്തമാണ് ഇമാജിനേഷൻ. നമ്മൾ എന്തൊന്നാണോ ഇമാജിൻ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരെ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ വിൽ പവർ. നമ്മളുടെ ഇച്ഛാശക്തിയേക്കാൾ ശക്തിയുള്ള ഒന്നുണ്ടെങ്കിൽ അത് ഇമാജിനേഷൻ ആണെന്ന് പറയും. അതുകൊണ്ട് എന്തൊന്നാണോ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തും. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടാത്തത് അതൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. സംഭവിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ബയോളജിയും നമ്മുടെ സൈക്കോളജിയും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. എന്തൊന്നാണോ നമുക്ക് വേണ്ടുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ബയോളജിയും നമ്മുടെ സൈക്കോളജിയും മാറുന്നുണ്ടാവും. ഇനി മുതൽ ഓരോ സമയവും നിങ്ങൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഈ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കോൺഷ്യസ് ആവുക. നിങ്ങളല്ല നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ബ്രെയിൻ അല്ല നിങ്ങൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനകത്ത് വരുന്ന ഓരോ ചിന്തകളെ കുറിച്ചും കോൺഷ്യസ് ആവുക. കോൺഷ്യസ് ആവുമ്പോൾ നമുക്കറിയാം എന്താണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണോ എനിക്ക് വേണ്ടുന്നത്, എന്താണ് എനിക്ക് വേണ്ടുന്നത്, ആ വേണ്ടുന്നത് എന്താണോ അത് ചിന്തിച്ചുകൂടും. ഇമാജിനേഷനും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്യാനുള്ള ചില പ്രോസസ്സുകളും സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇമോജി കമന്റ് ചെയ്യുക. ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തരാം.